തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന പാകിസ്ഥാനെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടാനും ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് വിശദീകരിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ആദ്യ പ്രതിനിധി സംഘം ഇന്ന് പുറപ്പെടും. 7 സംഘങ്ങൾ രൂപീകരിച്ചതിൽ ആദ്യ സംഘമാണ് ഇന്ന് UAEയിലേക്ക് യാത്ര തിരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി 33 രാജ്യങ്ങളിലേക്കാണ് സംഘങ്ങൾ പോകുന്നത്. പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി ഭീകരവാദത്തിന് നൽകുന്ന പ്രോത്സാഹനവും അതിർത്തി കടന്നുള്ള ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യ വഹിക്കുന്ന പങ്കും ചൂണ്ടിക്കാട്ടിയായിരിക്കും ഇന്ത്യൻ സംഘം വിദേശ നേതാക്കളെ കാണുക. ആദ്യ പ്രതിനിധി സംഘം യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായി ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ബ്രീഫിംഗ് നടന്നിരുന്നു. ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിച്ചു. 1.5 മണിക്കൂറിലധികം നീണ്ടുനിന്ന ബ്രീഫിംഗിൽ വെടിനിർത്തൽ സംബന്ധിച്ച US അവകാശവാദങ്ങളിലും ചൈനയുടെ നിലപാടുകളും ചർച്ചയായി. ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന പ്രതിനിധി സംഘമാണ് ഇന്ന് ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന വ്യക്തമായ സന്ദേശമാണ് ഞങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യയെ ആക്രമിച്ചാൽ ഞങ്ങൾ കൃത്യമായി തിരിച്ചടിക്കുമെന്ന നിലപാടും വ്യക്തമാക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി ഷിൻഡെ പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പാകിസ്ഥാൻ തീവ്രവാദം വികസിപ്പിക്കുന്നതിൽ തിരക്കിലാണെന്നും ഷിൻഡെ കൂട്ടിച്ചേർത്തു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ലൈബീരിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിലേക്കാണ് ഷിൻഡെ നയിക്കുന്ന ആദ്യ പ്രതിനിധി സംഘം പോകുന്നത്. സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ പാർലമെന്റ് അംഗങ്ങൾ, മന്ത്രിമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും. Subscribe to One India and never miss an update.